നമസ്കാരം. അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും ദേവനാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ. 432 ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണ് ഭഗവാൻ എന്നും വിശ്വാസമുണ്ട്. ശുഭാരംഭത്തിന്റെ അടയാളമായ ദേവനാണ് സാക്ഷാൽ വിഘ്നേശ്വരൻ. അതിനാൽ ഏത് ശുഭകാര്യങ്ങൾ തുടങ്ങുമ്പോഴും ആദ്യം ഗണപതിയെ സ്മരിക്കുന്നു. കൂടാതെ ആചാര അനുഷ്ഠാനങ്ങളിൽ എല്ലാം ഗണപതി ഭഗവാനെ ആദ്യം ആരാധിക്കുന്നതുമാണ്. ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഭഗവാൻ തന്റെ ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും അകറ്റി ആഗ്രഹ സാഫല്യം നൽകി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. ബുദ്ധിയുടെയും സിദ്ധിയുടെയും സമൃദ്ധിയുടെയും ഇരിപ്പിടമാണ് സാക്ഷാൽ മഹാഗണപതി അഥവാ വിഘ്നേശ്വരൻ. വിഘ്നേശ്വരന്റെ നിറം ചുവപ്പാണ് എന്ന് ഐതിഹ്യമുണ്ട്. അതിനാൽ ചുവന്ന വസ്ത്രം, ചുവന്ന പുഷ്പങ്ങൾ, രക്തചന്ദനം എന്നിവ ഭഗവാനെ ആരാധിക്കുവാൻ ഉപയോഗിക്കുന്നത് അതീവ വിശേഷമാണ്. ചുവപ്പ് നിറത്തിന് അന്തരീക്ഷത്തിലെ പവിത്ര കണങ്ങളെ കൂടുതൽ ആകർഷിക്കുവാൻ കഴിവുണ്ട്. ഇതിനാൽ ഭഗവാനെ ആരാധിക്കുമ്പോൾ കൂടുതൽ ചൈതന്യം ലഭിക്കുന്നതിനാലാണ് ഗണപതി ഭഗവാന് ചുവപ്പ് നിറത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. വീടുകളിൽ ഭഗവാന്റെ തുമ്പിക്കൈ ഇടതുവശത്തേക്ക് വളഞ്ഞിരിക്കുന്ന വിഗ്രഹം ചിത്രമാണ് ആരാധിക്കേണ്ടത് എന്ന കാര്യവും ഏവർക്കും അറിയാം. ഇത്തരം വിഗ്രഹത്തെ വാമമുഖി എന്ന് പറയുന്നു. ഇടതുഭാഗത്തെയും വടക്ക് ദിശയെയും സൂചിപ്പിക്കുന്നതാണ് വാമം. അതുപോലെ വടക്ക് ദിശ ആധ്യാത്മിക ഉന്നതിക്ക് അനുയോജ്യവും ആനന്ദദായകവുമാണ്. വീടുകളിൽ അതിനാൽ ഗണപതി ആരാധനയ്ക്ക് ഉത്തമം വാമമുഖി ഗണപതിയാണ്. ഇത്തരത്തിൽ ഒരു ചിത്രമെങ്കിലും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് കേമമാണ്. ആ വീട്ടിൽ ഈശ്വരാധീനം വന്നു ചേരുവാനും ഭാഗ്യം വർദ്ധിക്കുവാനും ഉത്തമമാകുന്നു. കൂടാതെ മനുഷ്യഭാഷ പെട്ടെന്ന് മനസ്സിലാകുന്ന ദേവൻ കൂടിയാണ് സാക്ഷാൽ ഭഗവാൻ. അതിനാൽ തന്നെ നാം ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോഴും അവിടെ പ്രധാന പ്രതിഷ്ഠയോട് ചേർന്ന് ഗണപതി പ്രതിഷ്ഠ ഉണ്ടാകുന്നതാണ്. ആദ്യം ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം പ്രധാന പ്രതിഷ്ഠയെ പ്രാർത്ഥിക്കുവാൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥിക്കുന്നുവോ അത് പെട്ടെന്ന് ദേവഭാഷയിലേക്ക് തർജ്ജമ ഭഗവാൻ ചെയ്യുന്നു. ഇതിലൂടെ നാം എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് പെട്ടെന്ന് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ കാരണത്താലാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഗണേശ പ്രതിഷ്ഠ കാണുന്നതും. എന്നാൽ ചില അപൂർവ ക്ഷേത്രങ്ങളിൽ ഗണേശ പ്രതിഷ്ഠ ഇല്ലാതെയുമുണ്ട്. അത് ആ ക്ഷേത്രത്തിലെ ചില പ്രത്യേകതകളാലാകുന്നു. ഇതേക്കുറിച്ച് പിന്നീട് വിശദമായി തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് വലുതായി പോകും. ചുരുക്കി പറഞ്ഞാൽ നാം എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും, അതായത് ഏത് ദേവതയെയോ, അത് നിങ്ങളുടെ ഇഷ്ടദേവതയോ കുടുംബദേവതയോ ആകാം, എന്നാൽ പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും ഭഗവാന് സ്ഥാനം നിങ്ങൾ നൽകണം എന്നുള്ളതാണ്. അതായത് ആദ്യം നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ശേഷം മാത്രം മറ്റ് ദേവതകളെ പ്രാർത്ഥിക്കുക. അതിവേഗം കാര്യം നടക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ അതിവേഗം നിങ്ങൾ എന്ത് കാര്യം നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അവ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ ഒരു ഗണേശ ചക്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. തുടക്കത്തിൽ അല്പം ലെങ്ത് കൂടി എന്നറിയാം. അത് നിങ്ങൾ ഭഗവാന്റെ പ്രാധാന്യം അറിഞ്ഞിരിക്കേണ്ടതിന് മാത്രം പറഞ്ഞതാണ്. നിങ്ങളിൽ പലർക്കും ഇതിനേക്കാൾ കൂടുതൽ ഭഗവാനെ കുറിച്ച് അറിയാവുന്നതുമാണ്. എന്നാൽ ചിലർക്കെങ്കിലും ഭഗവാന്റെ സ്ഥാനം ചിലപ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാകണം എന്നില്ല, അഥവാ മനസ്സിലാക്കി എന്ന് വരില്ല. അവർക്ക് വേണ്ടിയാണ് തുടക്കത്തിൽ ഭഗവാനെ കുറിച്ചും അത്തരത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇനി ഭഗവാനുമായി ബന്ധപ്പെട്ട ചക്രം എങ്ങനെ കാര്യങ്ങൾ നടക്കുവാൻ ഉപയോഗപ്പെടുത്തണം എന്നും ഈ വീഡിയോയിലൂടെ, ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ആധ്യാത്മികമായി അറിവ് ഉള്ളവർ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ താല്പര്യം ഉള്ളവർക്ക് ഈ ചക്രത്തെ കുറിച്ച് അറിയാവുന്നതായിരിക്കും. ഭഗവാന്റെ ഈ ചക്രം മനസ്സിൽ പതിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ദുരിതങ്ങൾ, തടസ്സങ്ങൾ എന്നേക്കുമായി വഴിമാറുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഭഗവാന്റെ അതിശക്തിയാർന്ന ചക്രമാണ്. ഈ ചക്രം ഫലപ്രദമായി ഉപയോഗിക്കാൻ
വെറും 3 മിനിറ്റ് മാത്രം മതി എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ശേഷം ഗണപതി ഭഗവാന്റെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അഥവാ ഭഗവാനെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കേണ്ടതാണ്. മനസ്സിൽ ഭഗവാന്റെ ആ ചിത്രം ഭഗവാൻ കടന്ന് വന്നതിന് ശേഷം ഓം ഗം ഗണപതിയേ നമ എന്ന് 3 തവണ നിങ്ങൾ പറയുക. ഈ മന്ത്രം 3 തവണ നിങ്ങൾ ജപിക്കണം. ഇതിൽ ഓം സർവാത്മിക ശബ്ദമാണ്. ഗം എന്നത് ബീജമന്ത്രമാണ്. ഗണപതിയേ നമ എന്നത് ഭഗവാന്റെ നാമമാകുന്നു. നമഃ എന്നാൽ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു എന്നും അർത്ഥമാക്കുന്നു. ഇത്തരത്തിൽ ഭഗവാന്റെ ബേസിക്കായ മന്ത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതും ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി നൽകുന്നതുമായ ഒരു മന്ത്രത്തിന്റെ അർത്ഥമാണ് ഇവിടെ പരാമർശിച്ചത്. അതിനാൽ ഈ മന്ത്രം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ 3 ജപിക്കുക. ശേഷം ആദ്യത്തെ 2 മിനിറ്റ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അഥവാ ആഗ്രഹിക്കുന്നുവോ, അതായത് പെട്ടെന്ന് നടക്കണം, ഇപ്പോൾ നടക്കേണ്ടതായ ആ പ്രധാനപ്പെട്ടതായ കാര്യം, അതെന്താണ് ആഗ്രഹിക്കുന്നത് എങ്കിലും ആ കാര്യം മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സിൽ ഇപ്പോൾ ആ കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കണം. എത്ര ഏകാഗ്രത ലഭിക്കുന്നുവോ അത്രയും ഫലപ്രാപ്തിയിലെത്തും എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊന്നും ഈ സമയം മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല, അഥവാ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. ദേഹശുദ്ധിയോടെയാണ് ഈ കാര്യം ചെയ്യുന്നത് ഉത്തമം. കുളിച്ച് വൃത്തിയായി അഥവാ കുളിച്ച് വളരെ ശുദ്ധിയോടെ തന്നെ ഈ മന്ത്രം നിങ്ങൾ ജപിക്കാവൂ. ഇനി അഥവാ അങ്ങനെയുള്ള അവസ്ഥയിലല്ല, അത്തരം സാഹചര്യത്തിലല്ല നിങ്ങൾ എങ്കിൽ, ഈ ചക്രം ഉപയോഗിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയിലാണ് എങ്കിൽ, കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം ഈ മന്ത്രം നിങ്ങൾ ഉരുവിടാതെ ഈ ചക്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യ 2 മിനിറ്റ് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് ആ കാര്യം മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. മനസ്സിൽ വീണ്ടും വീണ്ടും ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. ശേഷം അവസാനത്തെ 1 മിനിറ്റ് കാര്യം നടന്നു, അതായത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ഫലം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന സങ്കല്പത്തിൽ, അത്രമേൽ സന്തോഷത്തിൽ, അതായത് ആ കാര്യം നടന്നാൽ നിങ്ങൾ എത്ര സന്തോഷിക്കുമോ അത്രയും സന്തോഷത്തിൽ ആ സങ്കല്പത്തിൽ നിങ്ങൾ ഇരിക്കുക. അതിവേഗം ഫലസിദ്ധി നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഈ ചക്രം മനസ്സിൽ പതിയുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾ പറയാതെ തന്നെ പല അനുകൂലമായ മാറ്റങ്ങളും വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ജോലി നേടണം എന്നാണ് എങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ടതായ ജോലികൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ, ആദ്യം ആ 2 മിനിറ്റ് ആ ജോലി എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് എങ്കിൽ ആ ജോലിയിൽ ഓഫീസറാകണം, അല്ലെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മാത്രം അതേക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇനി വിവാഹമാണ് എങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ഇനി അഥവാ ധനപരമായ കാര്യങ്ങളാണ് എങ്കിൽ ധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉയർച്ച, അത്തരം കാര്യങ്ങളാണ് എങ്കിൽ അതേക്കുറിച്ചുള്ള ചിന്തയാണ് മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ചക്രത്തിൽ നോക്കി പൂർണ്ണ ഏകാഗ്രതയോടെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഒരേ സമയം ഒരു കാര്യം മാത്രമേ ചിന്തിക്കാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ശേഷം അവസാന 1 മിനിറ്റ് നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചു, വിവാഹം നടന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പരമായ ഉയർച്ച, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ധനം വന്നു ചേർന്നു, കടബാധ്യത വീടി, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടന്നു എന്ന രീതിയിൽ സങ്കല്പിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ കാര്യം ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭഗവാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നൽകും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ ചക്രം ഏവർക്കും ഉപകാരപ്രദമാണ്. ആവശ്യമായിട്ടുള്ളത് പൂർണ്ണ വിശ്വാസം മാത്രമാണ്. പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഈ കാര്യം ചെയ്യുക.